പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ KSTA, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, അതിന്റെ തൃശ്ശൂർ ജില്ലാ ഘടകത്തിന്റെ ഭാഗമായുള്ള വലപ്പാട് ഉപജില്ലാ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഞാൻ KS കിരൺ മാസ്റ്റർ, ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. KSTയുടെ ഉപജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ അധ്യാപക സർവീസ് രംഗത്തും അക്കാഡമിക രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സംഘടനയായിട്ടുള്ള KSTയുടെ ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം വിജയപ്രദമാക്കുന്നതിന് വേണ്ടി ഈ പരിപാടിയിലേക്ക് ആമുഖ പ്രഭാഷണം നടത്തുന്നത് KSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കയ്പമംഗലം ഗവൺമെന്റ് ഫ്രഷീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിട്ടുള്ള ശ്രീമതി KB ബീന ടീച്ചറാണ്. ഇവിടെ റിസോഴ്സ് കുട്ടികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ ക്ലാസും ജനറൽ അവയർനെസ്സും ഒക്കെ കോമേഴ്സ് വിഭാഗം കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നത് ബഹുമാന്യായിട്ടുള്ള ഗീതാ P. ദാസ് ടീച്ചറാണ്. BRC തലക്കുളത്തിലെ അധ്യാപികയായിട്ടുള്ള ഗീതാ P. ദാസ് ടീച്ചറാണ്. അതുപോലെ തന്നെ ഈ കോമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിൽ NHSS നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആംഗണ്ടിയൂരിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിട്ടുള്ള ബ്രിജി ടീച്ചറാണ്. ബ്രിജി സാജൻ ടീച്ചറാണ് കോമേഴ്സ് വിഷയത്തിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ച്, വലിയ സാധ്യതകളെ കുറിച്ചുള്ള ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, സംഘടനയുടെ KSTയുടെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മാറ്റിവെച്ചപ്പോൾ വീണ്ടും അത് രണ്ടാമത് നടത്തിയപ്പോൾ ഓരോ പരീക്ഷാ റൂമിലേക്കും ആവശ്യമായ സാനിറ്റൈസറുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് വീണ്ടും KSTA രംഗത്തെത്തിയത്. അധ്യാപികമാർ സ്വന്തം നിർമ്മിച്ച മാസ്കുകൾ ഓരോ വിദ്യാലയങ്ങളിലും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ജനുവരിയിൽ സ്കൂൾ തുറന്നപ്പോൾ വളരെ പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബെഞ്ചിൽ 2 കുട്ടികളെ മാത്രം ഇരുത്തി ഒരു ദിവസം തന്നെ 3-4 ബാച്ചുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക, വാട്സപ്പ് ഗ്രൂപ്പുകളും ഗൂഗിൾ മീറ്റുകളും വഴി അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. കോവിഡ് 2ാം തരംഗം അതിവ്യാപനമായപ്പോൾ അതിന്റെ ഒരു പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ സന്തോഷപൂർവ്വം KSTA അംഗങ്ങൾ വാക്സിൻ ചലഞ്ച് ഏറ്റെടുത്തു. വലപ്പാട് സബ് ജില്ലയിൽ നിന്ന് തന്നെ 20 ലക്ഷത്തോളം രൂപ CMDRFിലേക്ക് വാഗ്ദാനം ചെയ്യാൻ നമുക്ക് സാധിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ആവശ്യമായ ഓക്സിമീറ്ററുകൾ എത്തിക്കാനും സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. മറ്റൊന്ന് എടുത്തു പറയത്തക്ക മറ്റൊരു പ്രവർത്തനമാണ് കോവിഡ് ഹെൽപ്പ് ഡെസ്ക്. കോവിഡ് ദുരന്തം മൂലം അല്ലെങ്കിൽ അതിന്റെ ഭീതി മൂലം അനുഭവിക്കുന്ന ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഓരോ ബ്രാഞ്ചിലും കോവിഡ് ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ച് പ്രവർത്തനം തുടർന്നു വരുന്നു. മറ്റൊന്നുകൂടി പറയട്ടെ, സ്കൂളിൽ പോകാതെ ഓൺലൈനായി പരീക്ഷ എഴുതിയ 2 ബാച്ചുകൾ, പൊതുപരീക്ഷ എഴുതിയ 2 ബാച്ചുകൾ നമ്മുടെ മുന്നിലുണ്ട്. SSLC കുട്ടി തീർച്ചയായും ഓരോ രക്ഷിതാവിന്റെയും കുട്ടിയുടെയും ഉള്ളിൽ ഉയരുന്ന അല്ലെങ്കിൽ അവരെ
ചിന്തിപ്പിക്കുന്ന, ഉറക്കം കെടുത്തുന്ന ചോദ്യമാണ്. ഒട്ടും ഭയപ്പെടേണ്ട. പ്രളയമായാലും മഹാമാരിയായാലും സമൂഹത്തിനോടൊപ്പം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന KSTA ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ ഈ അവസരത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലാസുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഭാവി ഏത് രീതിയിലുള്ളതാവണം, അറിവ് എങ്ങനെ തിരിച്ചറിവാകണം, ജീവിത ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എപ്രകാരമായിരിക്കണം, തന്റെ ഉള്ളിലുള്ള വെളിച്ചം താൻ തന്നെ കണ്ടെത്തുക എന്നിങ്ങനെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലാസുകൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരമാവധി കുട്ടികളെ, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ സംരംഭത്തിൽ അംഗങ്ങളാക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു ബിന ടീച്ചർ. താങ്ക് യു. അടുത്തതായി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർക്കൊരു മോട്ടിവേഷൻ ക്ലാസും ജനറൽ അവയർനെസ് ക്ലാസും നൽകുന്നത് ബഹുമാന്യായ തലക്കുളം BRC അധ്യാപികയായ ശ്രീമതി ഗീത പി ദാസ് ടീച്ചറാണ്. ടീച്ചറെ ക്ലാസ് നൽകുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തിരുമാഷ കേൾക്കുന്നില്ലേ? KSTയുടെ സംഘടനാ ഭാരവാഹികളായ ബീന ടീച്ചർ, കിരൺ മാഷ്, അതേപോലെ ഇവിടെ RP വന്നിരിക്കുന്ന നമ്മളുടെ ബ്രിജിറ്റ് ടീച്ചർ, കൊമേഴ്സ് സ്ട്രീം എടുത്ത് പഠിച്ച വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും നമ്മളുടെ കുട്ടികളുടെ എല്ലാവരുടെയും പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ഈ ലാബ് എക്സാമിനേഷൻ കൂടിയാണ്. കൊമേഴ്സ് വിഭാഗത്തിലെ കുട്ടികൾക്ക് ലാബ് എക്സാമിനേഷൻ ഉണ്ടാവില്ല. അപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് അല്ലെ. എങ്കിലും ഒരു കുറച്ചു പേർക്ക് നല്ലൊരു വിജയം നമ്മുടെ എക്സാമിന് ഉണ്ടാകും. അതേപോലെ തന്നെ കുറച്ചു പേർക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോ പലതരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാകുമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉപരിപഠന സാധ്യതകളുണ്ട്. ഉപരിപഠനത്തിന് എല്ലാവർക്കും സാധ്യതയുണ്ട്. ഒരുപാട് ഉപരിപഠന മേഖലകളുണ്ട്. ആ മേഖലകളെ കുറിച്ച് അറിയാനായിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് സമയം ഞങ്ങളെ ഒരു മണിക്കൂറോളം ഞങ്ങളെ അധ്യാപകരെ കേൾക്കാനായിട്ടാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റായി പോകാതെ മുഴുവനായിട്ട് ചോദിക്കാനായി ശ്രദ്ധിക്കുക. അപ്പോ നമ്മള് ഓരോ കുട്ടികളിൽ വ്യത്യസ്തതരമായ കഴിവുകളാണുള്ളത് അല്ലെ. നമ്മൾ ആയുർവേദത്തിലൊക്കെ പറയുന്ന പോലെ ആചാര്യന്മാരൊക്കെ പറയും ഭൂമുഖത്ത് ഒരുപാട് സസ്യങ്ങളുണ്ട്. ആ എല്ലാ സസ്യങ്ങൾക്കും വ്യത്യസ്തതരമായ ഗുണങ്ങളുണ്ട്. അതായത് ഒരു സസ്യം പോലും പാഴ് സസ്യമല്ല എന്ന് പറയും. അതുപോലെ നമ്മുടെ ഓരോ കുട്ടികളും, നിങ്ങൾ ഓരോരുത്തരും രത്നങ്ങളാണ്. ഓരോരുത്തർക്കും പലതരത്തിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകൾക്കനുസരിച്ചാണ് നമ്മള് ഉപരിപഠനം എന്താണ്, ഇതിനാണ് നമ്മളുടെ താല്പര്യം, നമ്മളുടെ കഴിവ്, നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ കണ്ടെത്തിയിട്ട് വേണം നമ്മളുടെ ഉപരിപഠനം എന്തിലേക്കാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോ ഇവിടെ നമ്മൾ സാധാരണ കോഴ്സുകൾ എടുക്കുമ്പോൾ എന്താണ് ഈ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് കാരണം, എന്താണ് BSc ഇന്നത് എടുത്തത്, അല്ലെങ്കിൽ നീ എഞ്ചിനീയറിംഗിന് എന്താണ് ചേർന്നത്, നിന്റെ താല്പര്യമുള്ള സബ്ജക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ സാധാരണയായിട്ട് പറയുന്ന കുറച്ച് മറുപടികളുണ്ട്. എന്തൊക്കെയായിരിക്കും സാധാരണ നിങ്ങൾ പറയാറ്? ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ പറയാറ് നിങ്ങളോട്? എന്തുകൊണ്ടാണ് ഞാൻ കോഴ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ എടുത്ത് പഠിച്ചത്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കോമേഴ്സ് ഞാൻ എന്തിനെടുത്ത് പഠിച്ചു അല്ലെ. എല്ലാവർക്കും ഒരു ആൻസറുകളുണ്ട് അല്ലെ. ചിലർ പറയും എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു കൊമേഴ്സ് ആണ് ഇപ്പോൾ സ്കോപ്പ് ഉള്ളത് അല്ലെ, നല്ല സ്കോപ്പ് ഉള്ളത്, അപ്പൊ അതുകൊണ്ട് നീ കൊമേഴ്സ് എടുത്താൽ മതി അല്ലെ. പിന്നെ പറയും എന്റെ ഫ്രണ്ട് കൊമേഴ്സിനാണ് ചേരുന്നത്, അവന്റെ കൂടെ ഇരുന്ന് പഠിക്കാനാണ് ഞാൻ അവിടെ കൊമേഴ്സിൽ ചേർന്നത്. കുറച്ചു പേര് പറയും എന്താണ് അവിടെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ അവിടെ ചേർത്തിയാൽ മതി അല്ലെ. കുറച്ച് ആളുകള് അത് പറയും.
പിന്നെ എന്റെ വീടിനടുത്ത് അതാണ് എന്റെ ഏറ്റവും ആ സ്ട്രീമാണ് എന്റെ വീടിനടുത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും നമുക്കുണ്ട് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. പക്ഷെ ഇതിനേക്കാളും ഒക്കെ അപ്പുറം എന്താണ് നമ്മുടെ ഒരു താല്പര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ താല്പര്യങ്ങൾക്കൊക്കെ മറികടന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫിലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മളുടെ കരിയറിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇഷ്ടങ്ങളെ മറികടന്നാണ് മറ്റുള്ളവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? അതായത് നമ്മൾക്ക് കൃത്യമായ ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവർ നമ്മളെ സ്വാധീനിക്കേണ്ടതായിട്ട് വരുന്നത്. കൃത്യമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോ നമ്മൾക്ക് എന്നാണ് നമുക്ക് ജോലി കിട്ടേണ്ടത്? എന്റെ 23-ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി ലഭിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു 23-ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി ലഭിക്കണം. ഞാൻ ഡിഗ്രിക്ക് ഇന്ന കോഴ്സ് എടുത്ത് പഠിച്ച് ഇന്ന കോളേജിൽ ഇത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥാപനത്തിൽ ഞാൻ ഇന്ന പൊസിഷനിൽ ജോലി വാങ്ങിക്കും എന്ന് എത്ര പേര് ഫിക്സ് ചെയ്തിട്ടുണ്ട്? അപ്പോ താല്പര്യമുള്ള ഒരു മേഖലയെ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കുള്ളൂ. പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഇന്നോവേറ്റീവ് ആവാനും അതേപോലെ ഗ്രോത്ത് വളർച്ച ഉണ്ടാകുന്നത് നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ആ ഒരു പ്രൊഫഷനിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായത്തില് പേഴ്സണാലിറ്റി, വ്യക്തിത്വങ്ങളെ ആറായിട്ട് പറയുന്നുണ്ട്. 6 തരത്തിലുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പോ ഈ പേഴ്സണാലിറ്റിയെ കുറിച്ച് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ആ പേഴ്സണാലിറ്റിയിൽ ഏത് പേഴ്സണാലിറ്റിയിലാണ് നിങ്ങൾ ഏതിലാണ് ബിലോങ് ചെയ്യുന്നത് നോക്കുക. അതിൽ നിന്ന് എന്താണ് ആ ഓരോ പേഴ്സണാലിറ്റിക്കും സാധിക്കുന്ന കരിയർ ഏതാണെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങള് കയ്യിൽ പെന്നോ പെൻസിലോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ് പേഴ്സണാലിറ്റി ടൈപ്സ്, ആ പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ എന്താണ്, അതില് അവർക്ക് പറ്റിയ ജോലികൾ എന്താണെന്നുള്ളത്. അപ്പൊ ഈ നമുക്ക് പറയുന്നത് കരിയർ എന്ന് പറയുമ്പോൾ ഒരു 30,000 തരം ജോലികളുണ്ട് എന്നാണ് പറയുന്നത്. 30,000 30,000-ൽ പരം ജോലികളുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഈ 30,000-ൽ ഞാൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്റെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സപ്പോർട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ഇതിലാണ് പെടുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ആദ്യത്തെ ഒരു പേഴ്സണാലിറ്റി വരുന്നത് റിയലിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്. റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, യാഥാർത്ഥ്യം അല്ലെങ്കിൽ ലോജിക്കലായിട്ട് യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകളാണ് റിയലിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ടൂളുകള്, മെഷീനുകള്, അതുപോലെ ഒബ്ജക്ട്സുകളൊക്കെ യൂസ് ചെയ്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും ഈ റിയലിസ്റ്റിക് വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഏതൊക്കെ ആയിരിക്കും ടൂൾസും അതേപോലെ തന്നെ മെഷീനറീസുകളൊക്കെ ഉപയോഗിക്കുന്നത്? ഏത് വിഭാഗത്തിൽ ഏത് ജോലിയിൽ പെടുന്ന ആളുകൾ ഏതൊക്കെ ജോലികൾ ചെയ്യാം? അഗ്രികൾച്ചർ, അതേപോലെ തന്നെ എഞ്ചിനീയർ, ടെക്നീഷ്യൻസ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആ ജോലിയിലേക്ക്, അതായത് റിയലിസ്റ്റിക് കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് ഇന്ന വിഭാഗത്തിലുള്ള ജോലികളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കും, അവർക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഈ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ്. ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുന്ന അന്വേഷണം തന്നെ. ഇവിടെ അന്വേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ സയൻസിൽ പരീക്ഷണങ്ങൾ ചെയ്യാനും അത് കണ്ടെത്താനും അതേപോലെ തന്നെ റിസർച്ച് വർക്കേഴ്സ്, ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾ, തിയറിറ്റീഷ്യൻസ്, തത്വശാസ്ത്രങ്ങളെ രൂപീകരിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളാണ് ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവരെപ്പോഴും
ഇൻട്രോവേർട്ട് ആയിരിക്കും. അതായത് അധികം ആളുകളോടും ഒന്നും സൊസൈറ്റിയുമായി അധികം ഒരു ബന്ധമില്ല. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ വരാൻ കാരണം, അധികം ആളുകളുമായിട്ട് സംസാരിക്കാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളായിരിക്കും, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഉള്ള മേഖലകളാണ് ഇതേപോലെ റിസർച്ചേഴ്സ്, അതേപോലെ അങ്ങനെയുള്ള, ഇപ്പൊ ടീച്ചർ പറഞ്ഞല്ലോ ഇങ്ങനെ സയന്റിസ്റ്റുകള്, തിയറിറ്റീഷ്യൻസ്, ഇങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ആർട്ടിസ്റ്റിക് എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വാക്കിൽ തന്നെയുണ്ട് അല്ലെ, ആർട്ടിസ്റ്റ് അല്ലെ, കലാപരമായ കഴിവുള്ള ആളുകള്. കലാപരമായ കഴിവുള്ള ആളുകളുടെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിരിക്കും, പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളായിരിക്കും, അതേപോലെ തന്നെ ആവേശമുള്ള ആളുകളായിരിക്കും, ആവേശത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും, എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ട് എഴുതാനും വരയ്ക്കാനും ഒക്കെ കഴിയുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇമോഷണൽ ആയിരിക്കും, അതായത് മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ പെട്ടെന്ന് വിഷമാവുന്നതും, അവര് മറ്റുള്ളവരുടെ അതേപോലെ പെട്ടെന്ന് വിഷമമാകുന്ന ആളുകൾ, ഇമോഷണൽസ്, പെട്ടെന്ന് സന്തോഷിക്കുന്ന, പെട്ടെന്ന് ചിരിക്കുന്ന, പെട്ടെന്ന് കരയുന്ന ആളുകളൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, സ്വതന്ത്രരായിരിക്കും. അങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള ആളുകളാണ് ഈ ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയിൽ വരികയും. ഉത്സാഹമുള്ളവര്, അതേപോലെ ഊർജ്ജസ്വലരായിരിക്കും, ഒരു ഡൊമിനേറ്റീവ് ക്യാരക്ടർ ആയിരിക്കും, ഒരു ആധിപത്യം, ഇവിടെ ഒരു ആധിപത്യ സ്വഭാവം കാണിക്കുന്ന ആളുകളായിരിക്കും. അതേപോലെ നമ്മളിവിടെ ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പറഞ്ഞില്ലേ, അവരുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്റർപ്രൈസിങ്, എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അവിടെ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇവിടെ എക്സ്ട്രോവേർട്ട് ആണ്, അതായത് എപ്പോഴും മറ്റുള്ളവരുമായി ഇന്ററാക്ട് ചെയ്ത് ഇടപെട്ട് നിൽക്കാൻ താല്പര്യമുള്ള ഒരാളുകളായിരിക്കും എന്റർപ്രൈസിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അതേപോലെ തന്നെ പേഴ്സിയേഴ്സ്, അതായത് മറ്റുള്ളവരെ അനുനയിപ്പിക്കാൻ, നമ്മുടെ പൊളിറ്റീഷ്യൻസ് ആയാലും ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സുകാർ, അവരുടെ ആ ഒരു സാധനം അവർക്ക് സെയിൽ ചെയ്യാനായിട്ട്, അവരുടെ എന്ത് മെറ്റീരിയലാണ്, എന്ത് പ്രൊഡക്റ്റ് ആണോ അതിന് സെയിൽ ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ച്, അവരെ അനുനയിപ്പിച്ച് അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രത്യേക കഴിവുള്ള ആളുകളായിരിക്കും ഈ എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ എന്റർപ്രൈസിംഗ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റിൽ നമ്മൾ കാണുന്ന ആളുകൾ. അപ്പോ അവർക്ക് അറിയാലോ ബിസിനസ്, രാഷ്ട്രീയം, മാർക്കറ്റിംഗ്, അതുപോലെയുള്ള ഇഷ്ടംപോലെ ജോലി സാധ്യതകളാണ് അല്ലെ, ആ ഒരു മേഖലയിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് അവസാനത്തെ ആറാമത്തെ ഒരു ട്രേറ്റ് ആയിട്ട് വരുന്നത് കൺവെൻഷണൽ ആണ്. കൺവെൻഷണൽ എന്ന് പറയുന്ന ഒരു വാക്കിൽ തന്നെയുണ്ട് അല്ലെ, പാരമ്പര്യം, കൺവെൻഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മള് ദിവസവും റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ദിവസവും ചെയ്യുന്ന സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം, റൂട്ടീനായിട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു സ്ട്രക്ചറിൽ ആ ഘടനയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അതേപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വരുന്നതാണ് കൺവെൻഷൻ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് വരുന്നത്. അതിൽ വരുന്ന ജോലി സാധ്യത, ജോലി എന്ന് പറയുന്നത് ബാങ്കേഴ്സ്, ബാങ്ക് ജീവനക്കാർ, അതേപോലെ ബുക്ക് കീപ്പേഴ്സ്, ഓഫീസ് വർക്ക്, ക്ലർക്കുകൾ, ഓഫീസ് വർക്ക് ക്ലർക്കുമാരൊക്കെ സ്ഥിരം ചെയ്യുന്ന റൂട്ടീൻ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഓരോ സ്ട്രക്ചർ അനുസരിച്ച് ഇങ്ങനെ പോകുന്ന ആളുകൾ, അവരെയാണ് ഈ കൺവെൻഷണൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 6 പേഴ്സണാലിറ്റി ട്രേറ്റുകളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ആളുകളുടെ സ്വഭാവത്തെ വേർതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത് നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുക. നിങ്ങൾ സ്വയം ചോദിക്കുക, എഴുതി നോക്കുക, എനിക്ക് എന്താണ് താല്പര്യം, അല്ലെങ്കിൽ എന്തിനോടാണ്, ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത്. നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ആധികാരികമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു സ്റ്റോറി, നമ്മുടെ കഥയല്ല, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് നമുക്കറിയാം അല്ലെ, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരം അല്ലെ, രാമേശ്വരം എന്ന് പറയുന്ന ഒരു കൊച്ചു ദേശത്ത് ജനിച്ച അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രഥമ പൗരൻ എന്ന് പറയുന്ന നിലയിലേക്ക് ഉയർന്നു വന്നത് അതെങ്ങനെയാണ് എന്നുള്ളൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥകളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അറിയാം
ആണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഫിഷർമാനാണ്, ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ആ മത്സ്യത്തൊഴിലാളി അദ്ദേഹം അബ്ദുൽ കലാം ന്യൂസ് പേപ്പർ വിറ്റിട്ടാണ് അദ്ദേഹം സ്കൂളില് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ന്യൂസ് പേപ്പർ വിൽക്കാൻ പോയി, എന്നിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അങ്ങനെ വളരെ ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്ന് അദ്ദേഹം പഠിച്ചു വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടങ്ങളില് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള ഒരു സബ്ജക്ട് നമുക്കറിയാം ഫിസിക്സ്. അതേപോലെ തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിഗ്രിയിലുള്ള എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ സംശയങ്ങളുമായി ഓടി ഫിസിക്സ് സയൻസ് അധ്യാപകരുടെ അടുത്ത് ഓടിയെത്തിയിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു പീരീഡുകളിൽ അദ്ദേഹം ചെലവഴിച്ചിരുന്നത് ലൈബ്രറിയിലെ സയൻസ് ബുക്കുകൾ വെച്ച കോർണറുകളിലാണെന്നാണ് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് പഠിക്കാൻ പോകുന്ന സമയത്ത് പോകാൻ പൈസയില്ല. അപ്പോ സിസ്റ്ററിന്റെ പെങ്ങളുടെ മാല ഊരി വിറ്റിട്ടാണ് അദ്ദേഹം ഈ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും ബുദ്ധിമുട്ടിയെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പ്രഥമ പൗരനായി, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രഥമ പൗരനായി ഉയർന്നു വരാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള മേഖലയിലൂടെ, അദ്ദേഹത്തിന് അഭിരുചിയുള്ള മേഖലയിലൂടെ അദ്ദേഹം ഉയർന്നു വന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഒരു തലപ്പത്തേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള മേഖല എന്താണെന്ന് തിരിച്ചറിയാനും ആ കോഴ്സ് കണ്ടെത്തി അദ്ദേഹത്തിന് അവിടെ ചേരാനും പഠിക്കാനും സാധിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരു കാരണം എന്ന് നമുക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ വളർച്ച, ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നിങ്ങളുടെ താല്പര്യമുള്ള മേഖല കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ KSTA പോലെയുള്ള ഈ സംഘടനകള് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതും ആ ക്ലാസ്സുകള് നിങ്ങളെ ഇതേപോലെ നല്ല കോഴ്സുകൾ കണ്ടെത്താനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോ എല്ലാ കുട്ടികളും എല്ലാ മക്കളും നല്ല ഉയർച്ചയിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങള് പിടിക്കാനും എത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ കുട്ടികൾക്കും, എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മികച്ചൊരു മോട്ടിവേഷൻ ജനറൽ അവയർനെസ് ക്ലാസ് നൽകിയ ബഹുമാന്യായ പിത ടീച്ചർ, പാലക്കാട് ഉപജില്ലാ അസോസിയേഷന്റെ നന്ദി അറിയിക്കാൻ ഈ സമയം ഉപയോഗിക്കട്ടെ. അടുത്തത് കോമേഴ്സിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ട ക്ലാസ് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആംഗണ്ടിയൂരിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായിട്ടുള്ള ശ്രീമതി ബ്രിജി സാജൻ ടീച്ചറാണ്. ഇത്രേ ആദരപൂർവ്വം ഈ ചടങ്ങിൽ ഈ മോട്ടിവേഷൻ ജനറൽ അവയർനെസ് കരിയർ ഗൈഡൻസ് ക്ലാസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇത്രേ സാറേ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് വിജി. ഞാൻ നാഷണൽ സ്കൂളിലെ സുവോളജി എടുക്കുന്ന ടീച്ചറാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൊമേഴ്സിലെ കുറച്ച് കോഴ്സുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ സയൻസിലെ ഒരു ടീച്ചറാണ്, പക്ഷെ ഞാൻ കൊമേഴ്സിലെ കുറച്ച് കോഴ്സുകൾ പരിചയപ്പെടുത്തി തരാം. ഇന്നിപ്പം എല്ലാ കംപ്ലീറ്റ് ആയിട്ട് ആ കോഴ്സുകൾ പറഞ്ഞു തീരൽ ഉണ്ടാവില്ല, കാരണം അത്രയധികം കോഴ്സുകൾ നിങ്ങൾക്ക് കൊമേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പം അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കോഴ്സുകളൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ മനസ്സിൽ കരുതിയിരിക്കുന്നുണ്ടാവും, നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന കോഴ്സിലെ കൂടി എനിക്ക് കയറണം എന്നുള്ളത്. അപ്പൊ ഭൂരിപക്ഷം പേര് ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക BCom ആവണം എന്ന് തോന്നുന്നുണ്ട്. അത് വിട്ട് ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചിട്ടുള്ള വല്ലവരും ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടും, അപ്പൊ ടീച്ചർക്ക് കാണാം. BCom എന്നല്ലാത്ത ഒരു ഓപ്ഷൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരും
ആരുമില്ല, എല്ലാവരും ബികോംകാരാണ്. ഉണ്ട്. ഓക്കെ, നിസാർ ഏത് കോഴ്സാ നോക്കുന്നേ? BBA. ഓക്കെ ഓക്കെ. അപ്പൊ ടീച്ചർ എന്തായാലും കുറച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പം ഇത് നമ്മൾ ഇതിനകത്തോടെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇത്രയധികം കോഴ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ നമുക്ക് അറിയാത്ത കുറെ കോഴ്സുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബികോമിന്റെ ഒപ്പം ആ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന കുറെ കോഴ്സുകൾ കൊമേഴ്സ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് ടീച്ചർ കൊമേഴ്സ് സ്ട്രീമിൽ ഉള്ള കോഴ്സുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പൊ കൊമേഴ്സ് അല്ലാതെ കുറെ സ്ട്രീമിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് കൊമേഴ്സിലെ കോഴ്സുകൾ മാത്രം ഒന്ന് പരിചയപ്പെടാം, അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമുക്ക് ബിസിനസ്സോ, ലോ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, IT, ആനിമേഷൻ, ഡിസൈനിങ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ വൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് കടന്നു പോകാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ നോക്കിയോ, +2 കഴിഞ്ഞിട്ട് നമുക്ക് കൊമേഴ്സിൽ നിന്ന് കയറാവുന്ന കോഴ്സുകളെ നമുക്ക് ഈ ഓരോ സെക്ഷനുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പേപ്പറോ ബുക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. കാരണം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. അപ്പൊ വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഓർമ്മയുണ്ടാവും. അപ്പൊ ഒന്ന് നോക്കാം. ജനറൽ ആയിട്ട് നമുക്ക് ചേരാൻ പറ്റുന്ന കോഴ്സുകളാണ്. സാധാരണ നമുക്കറിയാം ബികോം കോഴ്സ് ഇപ്പൊ കുറെ പേര് മനസ്സിൽ വിചാരിച്ചു എന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ ബികോം ഉണ്ട്, ബികോമിൽ തന്നെ ബികോം ഓണേഴ്സും ഉണ്ട്, ബികോമും ഉണ്ട്. അത് നമുക്ക് ഓരോ കോഴ്സും ടീച്ചർ എന്താന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് കോഴ്സുകൾ ഒന്ന് പരിചയപ്പെടുത്തി പോവാണ്. അപ്പൊ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും കൂടെ നിങ്ങൾ ചേർത്ത് പഠിക്കും. അതിനെയാണ് ബികോം ഓണേഴ്സ് എന്ന് പറയുന്നത്. മറ്റേത് സാധാരണ ഡിഗ്രി ബികോം, പിന്നെ BCA കോഴ്സ് ഉണ്ട്, BA നമുക്ക് എടുക്കാം, BBAയിലേക്ക് പോവാം, അല്ലെങ്കിൽ പിന്നെ ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാം. അതായത് ചിലർക്ക് ആനിമേഷൻ, കാർട്ടൂൺ ഒക്കെ ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും. അവർക്ക് ബാച്ചിലേഴ്സ് ഇൻ ഡിസൈനിങ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോവാം. BDES എന്ന് പറയുന്ന ഡിസൈനിങ് കോഴ്സ്. കൊമേഴ്സ് എന്താ പറയാ, ഡിഗ്രി കോഴ്സ് തന്നെയാണ്, അത് ഡിസൈനിങ്ങിലുള്ള കോഴ്സാണ്. പിന്നെ വരുന്നതാണ് BJMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേർണലിസത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കോഴ്സ് നമുക്ക് ചെയ്യാം. ഹോട്ടൽ മാനേജ്മെന്റ്, BHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലകൾ, അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ B.Ed പോവാം. B.Ed ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡിഗ്രി കയ്യിൽ വേണം, എന്നിട്ടാണ് നമുക്ക് അതിന് പോവാം. പിന്നെ BTTM എന്ന് പറഞ്ഞാൽ ട്രാവൽ ആൻഡ് ടൂറിസം. ഇപ്പോ ഈ കോവിഡ് കാരണം ഇത്തിരി ഡള്ളാണ്, അല്ലെങ്കിൽ നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ് ട്രാവൽ ആൻഡ് ടൂറിസം. അതിന്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി നമുക്ക് എടുക്കാം. ഇനി ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെങ്കിൽ ആ മേഖലയിലോട്ട് പോവാം. പിന്നെ വരുന്ന ഒരു സ്ട്രീമാണ് അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സ്ട്രീം. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്സിനോടും സ്റ്റാറ്റിസ്റ്റിക്സിനോടും ഒക്കെ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത് പറയുന്നത് അനലിറ്റിക്കൽ അപ്രോച്ച്. അപ്പൊ ഇതിൽ കുറച്ച് കൊമേഴ്സ് കുട്ടികളെങ്കിലും ചിലപ്പം എന്തെടുത്തവരാവാം, മാത്സ് സബായിട്ട് അല്ലെങ്കിൽ മാത്സ് ഒരു പേപ്പറായിട്ട് പഠിച്ച കുട്ടികളാവാം. അപ്പൊ അവർക്കും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായി താല്പര്യമുള്ളവർക്കും പറ്റുന്നതാണ് അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന സ്ട്രീം. അപ്പൊ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ്സ് നമുക്ക് പറ്റുന്ന ഒരു സ്ട്രീമാണ് ഈ അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ഒരു കോഴ്സാണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർ ഇതിന്റെ ഭാഗമായിട്ട് അത് പറഞ്ഞു തരേണ്ട ആക്ച്വറിയൽ സയൻസ് എന്താന്നുള്ളത്. പിന്നെ വരുന്നതാണ് ബാങ്കിലൊക്കെ നമുക്ക് പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതിനുള്ള കോഴ്സുകൾ നമുക്ക് ചെയ്യാം. പിന്നെ സാധാരണ ഒരു കോഴ്സാണ് ഇവന്റ് മാനേജ്മെന്റിനൊക്കെ ഇപ്പൊ കോഴ്സുകളുണ്ട്. പിന്നെ നമ്മൾ ഈ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ജോലി കിട്ടും എന്നുള്ള രീതിയിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് നമുക്ക് പഠിക്കണമെങ്കിൽ ചേരാം. അതിൽ വരുന്നതാണ് ഏതൊക്കെ, CA ഉണ്ട്. അത് കുറച്ചു പേരുടെയെങ്കിലും മനസ്സിലുള്ള ഒരു ആഗ്രഹമാവും CAക്ക് ചേരണം. CS കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു കോഴ്സാണ്, അതിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. CMA അതും വളരെ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു കോഴ്സാണ് CMA. അതൊക്കെ ടീച്ചർ വഴിയെ പറഞ്ഞു തരും എന്താന്നുള്ളത് കേട്ടോ. പിന്നെ വരുന്നതാണ് LLB, എല്ലാവർക്കും അറിയുന്നതാണ് BBA കോഴ്സുകൾ. ഇനി അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് ചേരാനുള്ള ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് BSc ചെയ്തു, പിന്നെ BSc കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാർക്ക് നോക്കിയിട്ട് പിന്നെ നമുക്ക് PG ചെയ്യാം, അല്ല
ബികോം ചെയ്തിട്ട് പിന്നെ അതിന്റെ ഹയർ PG ചെയ്യാൻ അതിന് സീറ്റ് അന്വേഷിച്ച് നടക്കണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിന് നമ്മൾ ചേരുകയാണെങ്കിലുള്ള ഗുണം എന്താ, നമുക്ക് ആ 5 years പഠിച്ച് PG കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോരാം, അങ്ങനെയാണ്. അപ്പൊ അത് നമുക്ക് ഡിഗ്രി കോഴ്സും PG കോഴ്സും ഇപ്പൊ ബികോമും MCOM കൂടെ ഒന്നിച്ച് കൊടുക്കുന്ന കുറെ യൂണിവേഴ്സിറ്റികളുണ്ട്. BBA MBAയും കൂടെ ഒന്നിച്ച് പഠിച്ചിറങ്ങാവുന്ന സ്ഥലങ്ങളുണ്ട്. BA LLB അത് രണ്ടും ഒന്നിച്ചെടുക്കാം, അല്ലെങ്കിൽ LLBയും LLMഉം ഒന്നിച്ചെടുക്കാം, ബികോമും BEdും കൂടെ ചേർത്തെടുക്കാം. അപ്പൊ അതുപോലെ കുറെ സാധ്യതകളുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് തന്നെ കുറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മേഖലകളിലോട്ട് നമുക്ക് പോവാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി നമുക്ക് ഓരോ കോഴ്സുകളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ചേരണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് CA എന്ന് പറയുന്നത്, CA കോഴ്സ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഹൈ സാലറി ആണ്, നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. പിന്നെ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനികൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നല്ല സ്കോപ്പുള്ള ഒരു കാര്യമാണ് CA. അപ്പൊ നമുക്ക് അത് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ കുറെ ആൾക്കാർക്കെങ്കിലും താല്പര്യമുള്ളതാണ് CA. അപ്പൊ ഈ നിശ്ചൽ നാരായണൻ, അപ്പൊ ഈ കുട്ടീനെ പരിചയം നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല, പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് ടീച്ചർക്ക് അറിയില്ല. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് ഈ കാണുന്ന ആൾ, നിശ്ചൽ നാരായണൻ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ CA എടുത്തിട്ടുള്ള ആളാണ് ഈ നിശ്ചൽ നാരായണം എന്ന് പറയുന്ന, ഹൈദരാബാദിലുള്ളതാണ്. അപ്പൊ ഈ കുട്ടി 19ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ CA കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 വയസ്സായപ്പോഴേക്കും ആളുടെ +2 വരെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 8 തൊട്ട് 12th വരെ ഒറ്റയടിക്ക് പഠിക്കുകയുണ്ടായത്. അത് മീൻസ് ഒറ്റ ഇയർ വെച്ചിട്ട് ആള് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ 19ാമത്തെ വയസ്സായപ്പോഴേക്കും 16 വയസ്സിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് CAക്ക് ജോയിൻ ചെയ്തു. 19ാമത്തെ വയസ്സായപ്പോഴേക്കും അദ്ദേഹം CA ചെയ്തു. കൂടെ 2 മാത്സിലും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലും PG എടുക്കും കൂടെ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഈ നിശ്ചൽ നാരായണം എന്ന് പറയുന്ന കുട്ടി. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, CAക്ക് ഉള്ള എൻട്രൻസ് നല്ല ഈസിയാണ്. മീൻസ് CAക്ക് നമുക്ക് കയറി കൂടാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് അവിടെ കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആ 3 വർഷം കൊണ്ട് ഈ എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്ത് പുറത്തോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഒരു പാഷൻ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഇത്തിരി നാള് കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നല്ല ഒരു ജോബ് നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പം അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഒരു കോഴ്സാണ് ബികോം. എല്ലാ യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ചേർന്ന് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ബികോം എന്ന് പറയുന്ന കോഴ്സ്. അപ്പൊ ബികോമിൽ തന്നെ പല അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്സ്, ഇക്കണോമിക്സ്, ഫിനാൻസ്, അതുപോലെ പല പല സബ് ഡിവിഷൻസ് ഉണ്ട്. ഏതാ നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അല്ലെങ്കിൽ ചില കോളേജുകളിൽ ഇന്ന സ്പെഷ്യലൈസേഷൻ എന്നുള്ള രീതിയിലാവും ബികോം ഉണ്ടാവുക. അപ്പം എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബികോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് മേഖലകളിൽ നമുക്ക് ജോലി കിട്ടും. അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ബേസിസിലുള്ള ജോലിയാവും നമുക്ക് ബികോം കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഹയർ പഠിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കാവും കൂടുതൽ നല്ല സാലറീഡ് ആയിട്ടുള്ള ജോബിന് സാധ്യതയുണ്ടാവും. അപ്പൊ നമുക്കൊരു ഗ്രാജുവേഷൻ, ഒരു ഡിഗ്രി എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബികോം. അപ്പൊ അത് കഴിഞ്ഞാല് നമുക്ക് ഇതിൽ കാണുന്ന പോലെയുള്ള കുറെ ജോലികള്, അതായത് അക്കൗണ്ടന്റ് ആയിട്ട്, ഓഡിറ്റർ, കൺസൾട്ടന്റ്, ഫിനാൻസ് ഓഫീസർ, സെയിൽസ് അനലിസ്റ്റ്, ജൂനിയർ അനലിസ്റ്റ്, സ്റ്റോക്ക് ബ്രോക്കർ, ഇക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ഓരോ പോസ്റ്റുകളിലോട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്യും. പക്ഷെ ഇതിലും ഈ ബികോമിന്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സും കൂടെ നമ്മൾ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ജോലി കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബികോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു
റെഗുലർ കോളേജസിൽ മാത്രമല്ല പ്രൈവറ്റ് ആയിട്ടും നിറയെ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ബികോം എന്ന് പറയുന്നത്. അപ്പൊ ഇഷ്ടം പോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ബികോം കോഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ സയൻസിൽ നിന്ന് ഇറങ്ങിയ കുട്ടികളും ചിലപ്പോഴും എന്തിനു ചേരുന്നുണ്ടാവും, ബികോമിന്. അപ്പൊ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ അത്രയധികം ബികോം ഗ്രാജുവേറ്റ്സ് ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ജോലി കിട്ടാൻ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ബികോം എടുക്കുന്നതിനോടൊപ്പം അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കോഴ്സും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ജോലിക്കുള്ള ഒരു സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയുന്നുണ്ടാവും, നമ്മുടെ ചുറ്റും ബികോം കഴിഞ്ഞ ഇഷ്ടം പോലെ പേരുണ്ടാവും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ MCOM ചേരുന്നുണ്ടാവും. അങ്ങനെ പഠിച്ച് MCOM കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജോബ് മുന്നിൽ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് കോഴ്സാ ചെയ്യാൻ പറ്റുക, എനിക്കിത് പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ ഒപ്പം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കോഴ്സുകൾ ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞു ബികോമും ഉണ്ട്, ബികോം ഓണേഴ്സും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓണേഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ സാധാരണ ബികോം ചെയ്യുന്നതോടൊപ്പം അതിന്റെ ലാസ്റ്റ് ഇയർ നമ്മൾ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ ബികോം ഓണേഴ്സ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റും കൂടെ നമ്മൾ അതിന്റെ ഒപ്പം എടുക്കും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതാണ് ബികോം ഓണേഴ്സ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കോളേജസിലും പാരലൽ കോളേജസിലും അല്ലാതെയുള്ള കറസ്പോണ്ടൻസ് ആയിട്ടും ഒക്കെ നമുക്ക് ബികോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതൊരു ഗ്രാജുവേഷൻ ആണ്, ബേസിക്. നമുക്ക് അത്യാവശ്യം തന്നെയാണ് ഒരു ഡിഗ്രി കയ്യിലിരിക്കേണ്ട കാര്യം. അപ്പൊ ബികോം നമുക്ക് എടുക്കാം. ഇനി ഇതിന്റെ ഒപ്പം നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പൊ CA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻസിന്റെ ഒരു ലാസ്റ്റ് വേർഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജോബാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഒരു ഡിഗ്നിറ്റി, അതുപോലെ ഹൈ സാലറി, അങ്ങനെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പക്ഷെ പഠിക്കണമെങ്കിൽ ഇത്തിരി ടഫാണ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമുക്ക് ആവണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ അതിൽ നമുക്ക് കുറച്ച് സോഫ്റ്റ് സ്കിൽസ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്, പ്രാക്ടിക്കൽ ഉണ്ടാവും, നമുക്ക് IT ഉണ്ടാവും. പിന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 20 എക്സാമുകൾ പാസ്സായാലാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് കണക്കാക്കുകയുള്ളൂ. അപ്പൊ 20 എക്സാം ഇവിടെ നമുക്ക് പാസ്സാവണം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ലെവലായിട്ടാണ് എന്തുണ്ടാവുക, എക്സാം ഉണ്ടാവുക. അപ്പൊ 3 ലെവൽസ് ഉണ്ട്. ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫൈനൽ ഉണ്ട്. അങ്ങനെ 3 ലെവലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ IPCC, അതുപോലെ ഫൈനൽ കോഴ്സ്. അപ്പൊ 3 സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ നമ്മൾ +2 കഴിഞ്ഞ് കയറുന്ന കുട്ടികൾ ആദ്യം തന്നെ ഏതിലോട്ടാ കയറുക, ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സിലോട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പം ആ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 4 പരീക്ഷകളാണ് നമുക്ക് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അപ്പം ഇന്റർമീഡിയറ്റ് കോഴ്സിൽ 2 ഗ്രൂപ്പുകളായിട്ട് 8 പരീക്ഷകൾ. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ 4, പിന്നത്തെ ഗ്രൂപ്പിൽ 4, അങ്ങനെ 8 പരീക്ഷകൾ. ഫൈനലിലും ഇതേപോലെ 8 പരീക്ഷകൾ, 2 ഗ്രൂപ്പായിട്ട് 8 പരീക്ഷകളാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ മൊത്തത്തില് 20 എക്സാംസ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് CA കിട്ടും. ഇനി ഇവിടുത്തെ ഇത് ടഫാന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷനിൽ നമുക്ക് 4 പരീക്ഷയുണ്ട് പറഞ്ഞു, 4 എക്സാംസ് ആണ്, 4 പേപ്പറാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ പേപ്പറും 100 മാർക്സിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഓരോ പേപ്പറിനും അറ്റ്ലീസ്റ്റ് 40 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. അതാണ് പ്രത്യേകത. ഇപ്പൊ 4 പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു, ഈ 4 പേപ്പേഴ്സിലും നമുക്ക് എത്ര മാർക്ക് കിട്ടണം, 40 മാർക്ക് കിട്ടണം. അപ്പൊ അങ്ങനെ 40 മാർക്ക് കിട്ടി. അപ്പൊ 4 പേപ്പറും കൂടെ എത്ര മാർക്കാവും, എല്ലാം 100ലാന്ന് പറഞ്ഞു, 400 മാർക്കിലാണ്. അപ്പൊ ഈ 40 എല്ലാത്തിലും നമുക്ക് കിട്ടി. പക്ഷെ ഈ 400ല് നമ്മളുടെ മാർക്ക് എത്രയായിരിക്കണം, 200 എത്തുകയും വേണം. അതും ഒരു പ്രത്യേകതയാണ്. അതായത് 50% മാർക്ക് ഉള്ളവരെ മാത്രമേ അവർ ജയിക്കുകയുള്ളൂ. ജയിക്കാൻ എത്ര മതി, 40 മതി. പക്ഷെ ടോട്ടൽ നമുക്ക് എത്ര വേണം, 200, 200/400 വേണം. അപ്പൊ അത്ര കിട്ടിയില്ലെങ്കിൽ നമ്മൾ തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ വീണ്ടും ഈ 4 പേപ്പറും നമ്മൾ എഴുതണം.
ഈ 4 പേപ്പർ വീണ്ടും എഴുതുമ്പോഴും ഇതേ ക്രൈറ്റീരിയ തന്നെ. ഓരോ പേപ്പറിലും നമുക്ക് 40% മാർക്ക് വേണം. ടോട്ടൽ മാർക്ക് നോക്കുമ്പോൾ 50% മാർക്കും വേണം. അപ്പോ അതുകൊണ്ടാണ് ഈ CA എഴുതിയെടുക്കൽ ഇത്തിരി ടഫാന്ന് പറയുന്നത്. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ വീണ്ടും എല്ലാം കൂടെ വീണ്ടും എഴുതേണ്ട ഒരു സിറ്റുവേഷൻ. അത് തന്നെയാണ് ഇന്റർമീഡിയറ്റിലും ജയിക്കാൻ. ഓരോ പേപ്പറിലും 40% ആഗ്രിഗേറ്റ്. ടോട്ടൽ നോക്കുമ്പോൾ എല്ലാ ഈ 8 പേപ്പറും അല്ലെങ്കിൽ 4 പേപ്പറിന്റെ ഗ്രൂപ്പ് വെച്ച് നോക്കുമ്പോൾ എത്ര കിട്ടേണ്ടി വരും? 50%. 200 മാർക്ക് 400 നമുക്ക് കിട്ടണം. എന്നാലേ നമ്മളെ എന്തായിട്ട് ജയിച്ചതായിട്ട് കണക്കാക്കുള്ളൂ. അതുപോലെ ഫൈനൽ ഇയറും ഇതുപോലെ തന്നെ 8 പേപ്പറെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഫൈനൽ ഇയറിൽ ഓരോ സ്റ്റെപ്പ് ടീച്ചർ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ CAക്ക് പോവാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക ജൂണിലാണ്. അപ്പൊ ഇപ്പൊ ഈ ജൂണിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുക നവംബറിലാണ്. അപ്പൊ ആ നവംബറിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ഈ 4 പേപ്പറുകളും നമ്മൾ പഠിച്ചിട്ട് നവംബറിൽ നമ്മൾ എഴുതും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക അടുത്ത ഇനി വരുന്ന ഡിസംബറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മെയ്യിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫൗണ്ടേഷൻ. അപ്പൊ നമ്മളിപ്പോ ജോയിൻ ചെയ്യുന്നത് ഫൗണ്ടേഷൻ കോഴ്സിലേക്കാണ്. ഇനി ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആഴ്ചത്തെ കോഴ്സാണ്. പിന്നെ 8 മാസം നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. ആ 8 മാസം പഠിച്ചിട്ടാണ് നമ്മൾ ഈ 2 ഗ്രൂപ്പ് പരീക്ഷകൾ നമ്മൾ എഴുതുന്നത്. പിന്നെ ഫൈനൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 years ആർട്ടിക്കിൾഷിപ്പ് ആണ്. ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിൽ നമ്മൾ 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് എടുക്കും. അപ്പൊ അവിടെയും നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, എക്സാംസ് എഴുതുന്നുണ്ട്. അപ്പൊ ഈ 3 വർഷം കാത്തിരുന്നിട്ടൊന്നും വേണ്ട, നമുക്ക് എക്സാം എഴുതാൻ എക്സാമിന്റെ ഇടയിൽ പോവാം. 3 വർഷം ജസ്റ്റ് ആർട്ടിക്കിൾഷിപ്പ് അവരുടെ കീഴിൽ ചെയ്യണം തന്നെയേ ഉള്ളൂ. ഇനി CAനെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ കോളേജിൽ പോയിട്ട് CA പഠിക്കലൊന്നുമില്ല. മെയിൻലി അത് കറസ്പോണ്ടൻസ് ആണ്. അപ്പൊ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൈവറ്റ് ആയിട്ടുള്ള ഫേമുകളാണ് CA നമുക്ക് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എവിടെയും പോയി പഠിക്കേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. അങ്ങനെ ഒരു കോഴ്സാണ് CA എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ BCom ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് CA ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ വരുന്ന ഒരു കോഴ്സാണ് ഈ CA പോലെ തന്നെയുള്ള കോഴ്സാണ് ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ്. ACCA. അപ്പൊ ACCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ്, ലണ്ടനിലുള്ള ഒരു ഏജൻസി സർട്ടിഫൈ ചെയ്യുന്നതാണ് ഇത് ACCA. അപ്പൊ ഈ കോഴ്സിന്റെ പ്രത്യേകത അതൊന്ന് അറിഞ്ഞു വെച്ചോളൂ കേട്ടോ. ACCA എന്ന് പറയുന്നതാണ് ഈ കോഴ്സ്. നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള കോഴ്സാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ടോപ്പ് റേറ്റഡ് ആണ്. അതായത് 180 പരം രാജ്യങ്ങളില് ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 180 രാജ്യങ്ങളിൽ ജോലിക്ക് വളരെ എളുപ്പമാണ്. അതായത് അത്രയും രാജ്യങ്ങളിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ACCA പറയുന്നത്. അപ്പൊ വലിയ ഓഡിറ്റിംഗ് ഫേംസ് ഒക്കെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ്. CAക്കാരെക്കാളും പ്രിഫറൻസ് കൂടുതൽ ACCA പറയുന്ന കോഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല ഹൈ പ്രൊഫൈൽ ജോബ്സ് ആണ് ഈ കോഴ്സ് പഠിച്ച് ഇറങ്ങിയ ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ CAയില് നമ്മൾ പറഞ്ഞു 20 പരീക്ഷകൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇതില് നോക്കി കഴിയുമ്പോൾ 13 പരീക്ഷകളെ അവർക്ക് എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പൊ 13 എക്സാംസ് ഉണ്ട്. പിന്നെ ഒരു വീഡിയോ എക്സാം ഉണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് 3 വർഷത്തെ ഉണ്ടാവും. അതാണ് ഈ പറയുന്ന ACCAയുടെ പ്രത്യേകത. പിന്നെ ഇവിടത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ CAയുടെ പരീക്ഷ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അവര് എപ്പോഴാണോ പരീക്ഷ നടത്തുന്നത്. ഇപ്പൊ നമുക്കൊക്കെ +2 പരീക്ഷ ഇന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസുഖമാണെങ്കിലും നമ്മൾ ആ ദിവസം തന്നെ പോയിട്ട് പരീക്ഷ എഴുതണ്ടേ. അപ്പൊ ഈ ACCAയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഓൺ ഡിമാൻഡ് എക്സാം ആണ് അതിന്റെ പരീക്ഷകളില്.
ഒരു 9 എണ്ണത്തോളം ഓൺ ഡിമാൻഡ് ആണ്. അതായത് നമുക്ക് എന്നാ സൗകര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് പരീക്ഷ എഴുതാം. അല്ലാതെ അവര് പറയുന്ന ഡേറ്റിനല്ല പരീക്ഷ. നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു ഡേറ്റ് നമുക്ക് തരും. അപ്പൊ നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതിയ ഉടനെ തന്നെ അതിന്റെ മാർക്ക് നമ്മൾ അറിയും. അതാണ് ഈ ഒരു ACCAയുടെ പ്രത്യേകത. എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ 3 സ്റ്റേജസ് ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റേജിൽ 3 എക്സാമുകളാണ് നമ്മൾക്ക് ഉണ്ടാവുക. സെക്കൻഡ് സ്റ്റേജിൽ 6 പേപ്പർ, ലാസ്റ്റ് സ്റ്റേജിൽ 4 പേപ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ ACCA വരുന്നത്. അപ്പോൾ ലാസ്റ്റ് 4 പേപ്പറാണ് പ്രൊഫഷണൽ ലെവലിലുള്ളത് വരുന്നത്. ബാക്കി അതിന്റെ മുൻപത്തെ എല്ലാ സ്റ്റേജസും ഓൺ ഡിമാൻഡ്. നമുക്ക് എന്ത് എഴുതണം എന്ന് തോന്നിയോ അങ്ങനെ പോയിട്ട് നമുക്ക് പരീക്ഷ എഴുതാം. പിന്നെ നമ്മൾ പറഞ്ഞു CAക്ക് നമ്മൾ പറഞ്ഞു ഗ്രൂപ്പായിട്ട് 4 എണ്ണം ഒന്നിച്ച് എഴുതണം. അടുത്ത ഗ്രൂപ്പിലെ 4 എണ്ണം ഒന്നിച്ച് എഴുതണം. ആ 4 എണ്ണത്തിന് 40% അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു പരീക്ഷ എഴുതിയാൽ മതി എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഒരു പരീക്ഷ എഴുതിയാൽ മതി. പിന്നത്തെ പരീക്ഷ നമ്മളുടെ സൗകര്യത്തിന് വേറെ ദിവസം നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് പഠിച്ചിട്ട് എഴുതാനുള്ള ഒരു സമയവും നമ്മളുടെ കൺവീനിയൻസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ജയിക്കാനുള്ള സാധ്യതയും മാർക്ക് കിട്ടാനുള്ള സാധ്യതയും ഒക്കെ CAനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഈ കോഴ്സിന്. അതുപോലെ തന്നെ 40% ആണ് ഇതിന്റെ പാസിംഗ് റേറ്റ്. അതായത് CA എടുക്കുന്നതിനേക്കാളും ജയിക്കാൻ എളുപ്പമുണ്ട് ഈ പറയുന്ന കോഴ്സിന്. പിന്നെ ഇതില് നമ്മള് ACCAയിൽ നമ്മൾക്ക് മെമ്പർഷിപ്പ് വേണ്ടിയിട്ട് നമ്മള് പറഞ്ഞു. ആദ്യം നമ്മൾ ഈ 13 എക്സാമും നമ്മള് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യണം. 13 എക്സാമും നമ്മൾ എഴുതിയിട്ട് പാസ്സാവണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിലൊരു എക്സാം നമുക്ക് നടത്തും. അത് അവര് തന്നെ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. അതിന്റെ ഒരു എക്സാം നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ഇയറിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് ACCA എന്ന് പറയുന്ന ഒരു ഡിഗ്രി നമ്മളുടെ കയ്യിലിരിക്കും. അപ്പൊ ഇത് 3 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് BCom ഇതിന്റെ ഒപ്പം തന്നെ ഈ ACCA ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, BCom കൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾക്ക് ഒരു 3 വർഷം നിങ്ങൾ BCom ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ 2 ഡിഗ്രി ഇരിക്കും. BComഉം ഇരിക്കും, ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഒരു എന്താ പറയാ ACCA എന്ന് പറയുന്ന 180 രാജ്യങ്ങളില് നമുക്ക് ഹൈ പ്രൊഫൈൽ ജോലികൾ കിട്ടുന്ന ഒരു കോഴ്സും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ പറയുന്നത് ഇതിന്റെ ഫ്രഷേഴ്സിന് യാതൊരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് ഇത് കഴിഞ്ഞിറക്കുന്ന ആൾക്കാർക്ക് 8 lakh per year എന്നുള്ള വിധത്തിലാണ് സാലറി കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, എന്താവും ശമ്പളം. പിന്നെ അബ്രോഡ് ആണെങ്കിൽ ഇന്ത്യ വിട്ടിട്ട് പുറത്തേക്ക് പോവാണെങ്കിൽ പിന്നെ സാലറിയുടെ കാര്യം പറയേണ്ട, നല്ല ഹൈ സാലറി ആവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ BComന്റെ ഒപ്പം അപ്പൊ നമ്മള് ഈ ACCA നമ്മള് ഏതെങ്കിലും ഒരു ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫേമുകളാവും ഓഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവരും ആ ACCA ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് BComഉം കൂടെ ചെയ്യാനുള്ള അവസരം ഒരുക്കി തരും. അപ്പൊ നമുക്ക് 2 കൂടെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കുറച്ചു പേരൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് CMA എന്ന് പറയുന്നത്. കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് CMA കോഴ്സ് എന്ന് പറയുന്നത്. കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് അത് ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അവരുടെ സർട്ടിഫിക്കേഷൻ വരുന്ന കോഴ്സാണ് ഈ CMA എന്ന് പറയുന്നത്. ആ സർട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ കോഴ്സ് 2 തരത്തിൽ വരുന്നുണ്ട്. CMA ഇന്ത്യയും ഉണ്ട്, CMA US-ഉം ഉണ്ട്. CMA ഇന്ത്യ ഉണ്ട്, CMA US-ഉം ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ടീച്ചർ CMA ഇന്ത്യ എന്താന്നുള്ളത് പറയാം. അപ്പൊ CMA ഇന്ത്യയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 3 ലെവൽസ് ആയിട്ട് തന്നെയാണ് എക്സാം വരുന്നത്. 20 എക്സാം തന്നെയുണ്ട്. അപ്പൊ അത്രയും എളുപ്പത്തിൽ കിട്ടൂല എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോഴേ തന്നെ അറിയാം. 20 എക്സാം ഉണ്ട്, പ്രാക്ടിക്കല് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് CMA ഇന്ത്യയിൽ വരുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ICAI ആണ് ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവര് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് പ്ലേസ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാല്
അവിടെ തന്നെ എന്ത് നമുക്ക് കിട്ടുകയാണ്, ക്യാമ്പസ് സെലക്ഷൻ വഴി നമുക്ക് കയറി പോകാനുള്ള ഒരു അവസരം അവർ ഒരുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വലിയൊരു സാധ്യതയാണ് അത് ക്യാമ്പസ് സെലക്ഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ. ഇനി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും പ്രൈവറ്റ് സെക്ടേഴ്സിലായാലും ഫിനാൻസ് ആൻഡ് ബാങ്കിങ് മേഖലകളിൽ ഇപ്പൊ നമ്മൾ GST എല്ലാത്തിലും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ GST എന്ന് പറയുന്ന സംഭവം. ആ GSTയുടെ ടാക്സ് പ്രാക്ടീഷണർമാരായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയുടെ CEO ആയിട്ട് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ അവസരം അല്ലെങ്കിൽ എത്തിപ്പെടാനുള്ള അവസരം നൽകുന്ന കോഴ്സാണ് ഈ പറയുന്ന CMA എന്ന് പറയുന്ന കോഴ്സ്. ഇനി ഇതൊന്നും ഒരു സ്ഥാപനത്തിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും ഒരു ടാക്സ് പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന CMA. അപ്പൊ ഇതിനും നമുക്ക് +2 കഴിഞ്ഞാൽ നേരെ കയറാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് CMA. നമ്മൾ പറഞ്ഞു 3 ലെവൽസ് ആയിട്ടാണ് വരുന്നത്. ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഉണ്ട്, ഫൈനൽ ഉണ്ട്. അങ്ങനെ 3 എണ്ണം. ഫൗണ്ടേഷനിൽ ഈ പറഞ്ഞ പോലെ 4 പേപ്പർ, ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകളായിട്ട് 8 പേപ്പർ, ഫൈനലിലും 8 പേപ്പർ. പിന്നെ ഇവിടെയൊക്കെ ജയിക്കേണ്ട സംഭവം ഇത് തന്നെയാണ്. ശതമാനം ടീച്ചർ പറഞ്ഞു തന്നില്ലേ, ഓരോ പേപ്പറിലും നമുക്ക് എത്ര മാർക്ക് വേണം, 40 മാർക്ക് വെച്ചിട്ട് വേണം. പക്ഷെ എല്ലാ പേപ്പറും കൂട്ടി കഴിയുമ്പോൾ 50% മാർക്ക് വേണം. അപ്പോ 100-ൽ 40 വേണം, 400-ൽ 200 വേണം. അതാണ് പ്രത്യേകത വരുന്നത് കേട്ടോ. അതെന്നെ വരുന്നത്. ഇനി ഇവിടുത്തെ ഇന്റർമീഡിയറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BComന്റെ ഏകദേശം സബ്ജക്റ്റുകൾ തന്നെയാണ് നമ്മളിവിടെ ഇന്റർമീഡിയറ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ BComന്റെ ഒപ്പം CA പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ പോവാൻ പറ്റും. ഇനി ഇതില് ഫീസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതൊക്കെ പ്രൈവറ്റ് ഫേംസിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവിടെ ഈ എക്സാമിന്റെ ഫീകളാണ് ടീച്ചർ പറയുന്നത്. അല്ലാതെ ആ പ്രൈവറ്റ് ഫേമുകൾ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള പൈസകളാവും വാങ്ങുന്നുണ്ടാവുക. ഇതിന്റെ എക്സാം ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷന് നമുക്കൊരു 4000 രൂപ വേണം. ഇന്റർമീഡിയറ്റ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കണ്ട, ഇപ്പൊ കേൾക്കണ്ട, കേൾക്കണ്ട. അപ്പൊ ഞാൻ കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്റർമീഡിയറ്റിൽ നമുക്കൊരു 20,000 ആണ് ഈ 8 പരീക്ഷകൾ എഴുതാൻ നമുക്ക് വരുന്ന ഒരു പൈസ. ഒരു 20,000 20,000 രൂപ നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ വേണം. ഫൈനൽ ലെവലിലാണെങ്കിൽ നമുക്ക് ഒരു 17,000 രൂപ. അങ്ങനെയാണ് ഇതിന്റെ എക്സാമിന്റെ ഫീസ് വരുന്നത് കേട്ടോ, എക്സാമിന്. അപ്പൊ ഫൗണ്ടേഷൻ ഒരു 4,000, ഇന്റർമീഡിയറ്റിന് 20,000, ഫൈനലില് 17,000 എന്നുള്ള രീതിയിലാണ് ഫീ വരുന്നത്. ഇനി നമ്മള് ഇത് എങ്ങനെയാ ജോയിൻ ചെയ്യാന്ന് വെച്ചാല് ICAയുടെ സൈറ്റ് ഉണ്ട്. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കറസ്പോണ്ടൻസ് ആയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ICAയുടെ സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് പോവാം. അവരുടെ മെറ്റീരിയൽ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ അവരുടെ മെറ്റീരിയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ICA റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാവും, അവിടെ ചേർന്നിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ അവർ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അവിടെ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും അത് നമ്മളുടെ ഓപ്ഷനാണ്. ഓക്കെ. ഇനി പിന്നെ വരുന്നതാണ് ഇതിന്റെ കോഴ്സിന്റെ കാലാവധി. 3 വർഷമാണ് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം. അപ്പൊ 3 വർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒപ്പം നമുക്ക് സുഖമായിട്ട് എന്തും കൂടെ എഴുതിയെടുക്കാൻ പറ്റും, BComഉം കൂടെ എഴുതിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവര് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുന്നതിനോട് ഒപ്പം ഏതും കൂടെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, BCom എടുക്കാം. അപ്പൊ നിങ്ങൾ CMA ഇന്ത്യ കഴിഞ്ഞ് ഇറങ്ങുന്നതോട് കൂടെ നമുക്ക് എന്ത് പറ്റും? BComഉം കൂടെ നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ വളരെ ബെനിഫിറ്റ് ആണ്. ഇപ്പൊ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഇപ്പൊ CA ആയാലും CMA കോഴ്സ് ആയാലും ACCA ആയാലും ഒക്കെ 3 വർഷമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒക്കെ ഒപ്പം എന്തും കൂടെ ചെയ്യാനുള്ള അവസരമുണ്ട്.
ഈ പറയുന്ന ബികോമും കൂടെ ചെയ്യാൻ അവസരമുണ്ട്. അപ്പൊ ബാക്കിയുള്ളവര് ഇങ്ങനെ പല കോഴ്സുകൾ ചെയ്ത് സമയം കളയുമ്പോൾ നമുക്ക് 3 വർഷം കൊണ്ട് എന്ത് കിട്ടുകയാണ്? ഡിഗ്രി നമ്മുടെ കയ്യില് ഇരിക്കുകയാണ്. ഡിഗ്രിയും കിട്ടും, ഇതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഹൈലി ബെനിഫിഷ്യൽ ആണ് ഈ പറയുന്ന കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ 3 കോഴ്സ് ചെയ്യുമ്പോഴും അതിന്റെ ഒപ്പം നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് ബികോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടീച്ചർ പറയുന്നത് ഇപ്പൊ CMA ഇന്ത്യയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ CMA ഇന്ത്യ ഹൈലി ബെനിഫിഷ്യൽ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അവര് തന്നെ ക്യാമ്പസ് സെലക്ഷൻ വഴി കുട്ടികളെ ജോലിക്ക് പ്രാപ്തരാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി CMA US-ന്റെ പ്രത്യേകത, അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 130ഓളം രാജ്യങ്ങളിൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നമ്മൾ ACCA പറഞ്ഞ അതേപോലെ തന്നെ പുറത്ത് രാജ്യങ്ങളിലും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഏതിനുള്ളത്? CMA US-നുള്ളത്. അപ്പോ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അക്കൗണ്ടിംഗ് മാനേജ്മെന്റ് ക്വാളിഫിക്കേഷൻ ഇൻ വേൾഡ് എന്നാണ് ഏതിനെ നമ്മൾ പറയുന്നത്? ഈ CMA US നമ്മൾ പറയാം. അതായത് അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കോഴ്സാണ് CMA US. ഇതിന്റെ സർട്ടിഫിക്കേഷൻ നടത്തുന്നത് IMA ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. അമേരിക്കയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ നടത്തുന്നത്. ഇനി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 1 വർഷമേ ഈ കോഴ്സിന്റെ കാലാവധിയുള്ളൂ. 1 വർഷം കൊണ്ട് നമുക്കിത് എഴുതിയെടുക്കാം. പിന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് സാധാരണ ഒരു ബികോം ഒക്കെ അങ്ങനെ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് ഇറങ്ങുന്ന ഒരാളെക്കാളും 60% അധികം സാലറി ആണ് ഈ കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ജസ്റ്റ് 1 വർഷമേ നമുക്കിത് പഠിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ പല രാജ്യങ്ങളിലും എന്താ പറയാ സ്കോപ്പ് ഉള്ളത് അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവർക്കുള്ളത്. ഇനി നമ്മളുടെ ഇന്ത്യയിൽ തന്നെ പറയുന്നത് ഒറാക്കിള്, ആമസോൺ, വിപ്രോ, IBM, ഇൻഫോസിസ് പോലെയുള്ള ഏറ്റവും വലിയ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന CMA US സർട്ടിഫിക്കറ്റ് എടുത്തവരെ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബുകളാവും ഈ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും. പ്രത്യേകത, ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ടീച്ചർ പറഞ്ഞു 1 വർഷമേ ഈ കോഴ്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നത്തെ ഏറ്റവും നിങ്ങൾക്ക് കേട്ടാൽ സന്തോഷമാവുന്ന കാര്യം ആകെ 2 പരീക്ഷകളെ നമുക്ക് എഴുതേണ്ട കാര്യമുള്ളൂ. മറ്റോടത്തൊക്കെ നമ്മൾ 20 പരീക്ഷ 13 എക്സാം എന്നൊക്കെ പറഞ്ഞു. അതിൽ 40% അഗ്രിഗേറ്റ് 50% എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടത്തെ പ്രത്യേകത എന്താ പറയുന്നത്? ആകെ 2 പരീക്ഷ എഴുതണ്ടു. അതില് 75% ഓബ്ജക്റ്റീവ് ആണ്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന സംഭവം ഇല്ല അവിടെ. അപ്പൊ ഇഷ്ടമുള്ള സംഭവം കുത്താം. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ബാക്കി 25%. അങ്ങനെ 2 പരീക്ഷകളെ നമ്മൾ ആകെ എഴുതണ്ടു. പാസ് പെർസെന്റേജും വളരെ കൂടുതലാണ്. ബാക്കിയുള്ള പരീക്ഷകളെ അപേക്ഷിച്ചിട്ട് പാസ് പെർസെന്റേജും വളരെ കൂടുതലാണ് വരുന്നത്. ഇനി ഫീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇത് അമേരിക്കയിലെ ഒരു IMA എന്ന് പറയുന്നവരാണ് അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ ഡോളറിലാണ് പൈസ വരുന്നത്. ആകെ $850 ആണ് ഇതിന്റെ എല്ലാ ലെവലും എല്ലാ എക്സാമും റീ എക്സാമും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് ആകെ $850 മാത്രമാണ് വരുന്നത്. ഇനി നമ്മള് ഒരു CMA US 1 വർഷത്തിന്റെ ഈ കോഴ്സും അല്ലാതെ നമ്മൾ MCOM അതുപോലത്തെ ഒരു കോഴ്സും ചെയ്യുന്ന 2 ആളുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ആലോചിക്കാം CMA US നമുക്ക് ആകെ 1 വർഷമേ ചെയ്യൂ. പക്ഷെ PG നമ്മൾ പഠിക്കുകയാണെങ്കിൽ 2 വർഷം നമ്മൾ പഠിക്കണം. പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ CMA US എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിയിലെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ആയിട്ടുള്ള CEO ആയിട്ടോ അല്ലെങ്കിൽ CFO ആയിട്ടോ ഫിനാൻഷ്യൽ മാനേജർ ആയിട്ടോ അതുപോലെയുള്ള ഹൈ പൊസിഷനിലാണ് നിങ്ങൾക്ക് കയറാൻ പറ്റുക. അതേസമയം നമുക്കറിയാം ഈ പറയുന്ന MCOM ഒക്കെ കഴിഞ്ഞിട്ടും നമ്മൾ പറഞ്ഞു ജോലി ചെയ്യാണ്ട് എത്ര പേരായിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക്
ജോലി കിട്ടും തന്നെ, വെറുതെ ബികോം കഴിഞ്ഞ് നമ്മൾ വെറുതെ എംകോം എടുത്താൽ നമുക്ക് ജോലി കിട്ടും തന്നെ നമുക്ക് ഒരു ഉറപ്പില്ല. അപ്പൊ പിന്നെ CMA എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ പൊസിഷനിലാണ് നമുക്ക് ജോബ് വരുന്നത്. മറ്റേതാണെങ്കിൽ ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് മാനേജർ എന്നൊക്കെ പറയുന്ന ഓരോ പോസ്റ്റിൽ നമ്മൾ വെറുതെ PG എടുത്താൽ ഒതുങ്ങിയിരിക്കേണ്ടി വരും. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ഹൈ പോസ്റ്റിൽ ഏറ്റവും വലിയ പോസ്റ്റിലോട്ട് നമുക്ക് എത്താം. പിന്നെ സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ CMA US പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന സാലറി 12 lakhs per annum. അതായത് ഒരു വർഷത്തിൽ നമുക്ക് 12 ലക്ഷമാണ് ശമ്പളമെങ്കിൽ, അതായത് ഒരു മാസം നമുക്ക് 1 ലക്ഷം ശമ്പളം. അത് ഏറ്റവും തുടക്കത്തെ കാര്യമാണ് പറയുന്നത്. മറ്റേത് PG കഴിഞ്ഞിട്ടാണെങ്കിൽ വരുന്നത് 6.5 lakh per annum എന്നുള്ള രീതിയിലാണ് ശമ്പളം വരുന്നത്. അപ്പോൾ വ്യത്യാസമുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു ആകെ 2 പേപ്പറേ നമുക്ക് ചെയ്യേണ്ടൂ എന്ന് പറഞ്ഞു. പക്ഷെ മറ്റോടത്ത് നമ്മൾ PG നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 16 പേപ്പർ എഴുതി എടുത്തിട്ട് വേണം നമ്മൾ ഒരു MCOM പാസ്സാവണമെങ്കിൽ. അപ്പൊ വ്യത്യാസം ഭയങ്കര കാര്യമായിട്ടില്ലേ? അപ്പൊ ഇതാണ് ഈ പറയുന്ന CMA US പറയുന്ന കോഴ്സിന്റെ ബെനിഫിറ്റ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്, വളരെ കുറച്ച്, ഒരു വർഷം മതി, പേപ്പേഴ്സ് ആകെ 2 എഴുതിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള പോസ്റ്റിലോട്ടാണ് നമ്മൾ കയറുന്നുണ്ടാവുക. സാലറി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി വെറുതെ ഒരു PG എടുക്കുന്നതിനേക്കാളും നമ്മൾ ഹയർ ലെവലിൽ നിൽക്കും. ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു CMA കോഴ്സ് നമ്മൾ US കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ IMA മെമ്പർ ആയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു മെമ്പർഷിപ്പ് അത് നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അവര് അത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി തരും. പിന്നത്തെ പ്രത്യേകത നമുക്കൊരു ഡിഗ്രി വേണം എന്നുള്ളതാണ്. അപ്പൊ +2 കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരെ ഏത് പഠിക്കണമെങ്കിൽ പഠിക്കാം, CMA US പഠിക്കാം. പക്ഷെ നമ്മൾ എന്ത് എടുക്കണം, അത് കഴിയുന്നതോടുകൂടെ നമ്മളൊരു ഡിഗ്രി, അതായത് ഒരു BCom നമ്മൾ എടുക്കണം. ഇനി ഒരു 2 വർഷം നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നമുക്ക് ജോലിയുടെ ഒരു എക്സ്പീരിയൻസും കൂടെ വേണം. അതും കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന CMA US കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ഇതിന്റെ പിന്നത്തെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഈ CMA US നമ്മൾ +2 കഴിഞ്ഞിട്ട് ഈ ഒരു വർഷം നിങ്ങൾ ഇതിന് ചേർന്ന് വെക്കാം. ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്തെടുത്താൽ മതി, BComഉം അതുപോലെ ഈ 2 വർഷം എക്സ്പീരിയൻസും ഒക്കെ 7 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അത്രയും ലിബറൽ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ 2 എക്സാം എഴുതിയാൽ തന്നെ നമ്മൾ പ്ലേസ്ഡ് ആവും എവിടെയെങ്കിലും. അപ്പൊ തന്നെ നമുക്ക് ജോലി കിട്ടി. പിന്നെ ഒരു 2 വർഷം എക്സ്പീരിയൻസിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഏത് എന്ന് പറയുന്നത്, CMA US എന്ന് പറയുന്നത്. അപ്പൊ ഈ CMA US ചെയ്ത് നമുക്ക് BComഉം കൂടെ എടുക്കാം. BComഉം കൂടെ എടുത്തു കഴിഞ്ഞ് നമുക്ക് ഈ CMA USന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് 2 വർഷം വർക്ക് ചെയ്യാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ വലിയ കമ്പനീസിൽ ഓഫേഴ്സ് വരും. അപ്പൊ ഈ CMA USന്റെ പരീക്ഷ ഒരു കൊല്ലത്തിൽ 3 പ്രാവശ്യമാണ് വരിക. ജനുവരി ഫെബ്രുവരിയിൽ വരുന്നുണ്ട്, മെയ് ജൂൺ മാസങ്ങളിൽ വരുന്നുണ്ട്, സെപ്റ്റംബർ ഒക്ടോബർ, അങ്ങനെ 3 സമയത്തായിട്ട് വരുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അതിന്റെ പരീക്ഷ എഴുതാം. അപ്പൊ അതാണ് CMA US. അപ്പൊ CMA ഇന്ത്യയെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പമുള്ളത്, 2 പേപ്പർ മാത്രമുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ കുറെ രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ളതുമാണ് ഈ പറയുന്ന CMA US. ഇനി കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കാര്യം. അപ്പൊ കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാല് ICSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, അവരെ സർട്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സ്. അപ്പോ നമ്മളുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏതാണ്ട് 12 ലക്ഷം കമ്പനീസ് ആണ് ഉള്ളത് എന്നാണ് കണക്ക്. അപ്പോ നമ്മളുടെ ICSIയുടെ കണക്ക് പ്രകാരം, അതായത് ഈ ICSIയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്, അതായത് ഈ കമ്പനി സെക്രട്ടറിമാര്, ഇത് കഴിഞ്ഞിട്ട് ICSIയുടെ അംഗീകാരമുള്ള കമ്പനി സെക്രട്ടറിമാര് ഇപ്പോ ഇന്ത്യയിൽ ആകെ 70,000 പേര്, 70,000 ആൾക്കാരെ ഉള്ളൂ. പിന്നെ പഠിക്കുന്ന കുട്ടികളായിട്ട് ഒരു 4 ലക്ഷം കുട്ടികളും ഉണ്ട്.
നമ്മൾ പറയുന്നത് ഇവിടെ എത്ര ലക്ഷം ഉണ്ട്? 12 ലക്ഷം കമ്പനികളുണ്ട്. പക്ഷെ നമ്മളുടെ ഇവിടെ ആകെ 5 ലക്ഷത്തിന്റെ അടുത്തേ ICSI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുള്ളൂ. അപ്പൊ ഈ കമ്പനി സെക്രട്ടറി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി എന്നല്ലേ അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ അത്രയും അധികം കമ്പനീസിൽ ആ ഒരു പോസ്റ്റ് വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ കുട്ടികൾ എല്ലാവരും ഇപ്പൊ കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ ഒന്നില്ലെങ്കിൽ CA അല്ലെങ്കിൽ BCom, അത് കഴിഞ്ഞ് MCom എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വെറുതെ കയറും. അപ്പൊ ഇതുപോലെയുള്ള വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാതെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ CS ഒക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100% ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടും ഹൈലി പെയ്ഡ് ആയിട്ടുമുള്ള ജോബ്സ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ജോബ് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ലീഗൽ അഡ്വൈസർ ആയിട്ടും കമ്പനി രജിസ്ട്രാർ ആയിട്ടും അസിസ്റ്റൻസ് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഉപദേശങ്ങൾ നൽകാനായിട്ടും പ്രിൻസിപ്പൽ സെക്രട്ടറി, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ അതുപോലെയുള്ള പോസ്റ്റുകളിലോട്ടൊക്കെ പ്രിഫർ ചെയ്യുന്നതാണ് ഈ കമ്പനി സെക്രട്ടറിമാരെ. ഇനി ടോപ്പ് റിക്രൂട്ടിംഗ് കമ്പനീസുകളുടെ പേരുകളാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ കമ്പനി ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആരുടെ ആവശ്യമുണ്ട്? കമ്പനി സെക്രട്ടറിമാരുടെ ആവശ്യമുണ്ട്. അപ്പൊ ശരിക്കും ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ആൾക്കാരെ ആവും അവര് ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ICSI ഡിസ്റ്റൻസ് മോഡ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു കോഴ്സുകൾക്കും ഇങ്ങനെ കോളേജുകളും കാര്യങ്ങളും ഒക്കെ കുറവാണ്. അവരൊക്കെ ഈ ഡിസ്റ്റൻസ് മോഡ് എഡ്യൂക്കേഷൻ ആണ്, കറസ്പോണ്ടൻസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അവരൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് പരീക്ഷ ഈ കോഴ്സ് ചെയ്യുകയും എക്സാം എഴുതുകയും ചെയ്യാം. അതായത് വേറെ എന്തെങ്കിലും പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി ഇതിന്റെ പ്രത്യേകത, ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ഇതിന്റെ ലെവൽസിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെയാണ് ടീച്ചർ ഈ പ്രസന്റേഷനിൽ കാണിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷൻ പ്രോഗ്രാം, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇപ്പൊ ലേറ്റസ്റ്റിൽ വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാം എന്നുള്ള 3 ലെവലായിട്ടാണ് ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് വരുന്നത്. അപ്പൊ ആദ്യത്തെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ലെവലിൽ 4 പേപ്പറും വൈവയുമാണുള്ളത്. പിന്നത്തെ സ്റ്റെപ്പിൽ 8 പേപ്പർ ആണുള്ളത്. മൂന്നാമത്തെ ഫൈനൽ സ്റ്റെപ്പിൽ ഒരു 9 പേപ്പർ, 3 മൊഡ്യൂളായിട്ട് 9 പേപ്പർ. ഇതിന്റെ ഒക്കെ പ്രത്യേകത മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതായത് 40/100ഉം 200/400. അതായത് ജയിക്കാൻ ഓരോ വിഷയത്തിലും 40%, പിന്നെ ഓരോ ആഗ്രിഗേറ്റ് ഗ്രൂപ്പിന്റെ ടോട്ടൽ നോക്കുമ്പോൾ 50%. അതിൽ ഒരു മാർക്ക് കുറഞ്ഞാലും നമ്മൾ ഇത് മുഴുവനും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇത്തിരി ടഫ് തന്നെയാണ്, നമുക്ക് അങ്ങ് കടന്നുകൂടി പോവാൻ. പിന്നെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് നമ്മൾ ഇതിന് ചേരുക എന്ന് പറഞ്ഞു. അപ്പോ നല്ല സ്ഥലങ്ങളിൽ നമ്മൾ ഈ CS ചേരുമ്പോൾ ഉള്ള പ്രത്യേകത, അവര് ഈ CS എടുക്കുന്ന 3 വർഷത്തിനുള്ളിൽ നമുക്കൊരു BCom ഡിഗ്രിയും കൂടെ ഇതിന്റെ ഒപ്പം തന്നെ എടുക്കാൻ അവര് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും? 2 കോഴ്സും നമ്മുടെ കയ്യിലേക്ക്. അതായത് നിങ്ങൾ സാധാരണ ഒരു കുട്ടി BCom കഴിഞ്ഞ് ഇറങ്ങുന്നതിന്റെ ഒപ്പം നിങ്ങൾക്ക് CS കൊണ്ട് ഇറങ്ങാം. അതായത് നമുക്ക് നേരെ ഒരു ജോലിക്ക് പോയിട്ട് കയറാം. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് നമ്മൾ അങ്ങ് പോവുക അല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ടീച്ചർ പറഞ്ഞ ഈ എല്ലാ കോഴ്സുകളും നമുക്ക് BComന്റെ ഒപ്പം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കോഴ്സുകളുടെ ഒപ്പം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഗ്രാജുവേഷൻ. അപ്പൊ നമ്മൾ 3 വർഷം കൊണ്ട് 2 ഡിഗ്രികൾ നമ്മളുടെ കയ്യിലിരിക്കും. ഒന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സും ഒരു ഡിഗ്രി കോഴ്സും. അപ്പോൾ നമുക്ക് 3 വർഷത്തിനുള്ളിൽ ജോബ് ഉറപ്പാണ്. ഇനി ടീച്ചർ പറയുന്ന ഒരു കാര്യം ഉറപ്പായിട്ട് ശ്രദ്ധിക്കാം. CA എന്ന് പറയുന്ന കോഴ്സ്, CMA എന്ന് പറയുന്ന കോഴ്സ്, തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത് CS, ഈ കമ്പനി സെക്രട്ടറി, ഈ 3 കോഴ്സുകളും ഇപ്പോ UGC PG കോഴ്സിന് തുല്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. CA കോഴ്സ്, CMA കോഴ്സ്, കമ്പനി സെക്രട്ടറി കോഴ്സ്, ഇത് 3ഉം ഏതിന് തുല്യമാണ്? PG കോഴ്സിന്. അതായത് നിങ്ങൾ MCom ചെയ്യുന്നതിന് തുല്യമാണ് ഇത് 3ഉം എടുക്കുന്നത്. അപ്പോ
നിങ്ങൾ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? PG കിട്ടിയെന്ന്. നിങ്ങൾ ഡിഗ്രിയും ഇതിന്റെ ഒപ്പം ചെയ്തു, ഈ ഒരു കോഴ്സും നമ്മൾ ഇതിന്റെ ഒപ്പം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് 2 വർഷം ലാഭമായി. മനസ്സിലായില്ലേ? അപ്പൊ PGക്ക് തുല്യമാണ്. അപ്പൊ നമ്മൾ PSC ഒക്കെ PG പറയുന്ന ഏത് പരീക്ഷകൾക്കും നമ്മളുടെ ഈ ക്വാളിഫിക്കേഷൻ മതിയെന്ന്. ഓക്കെ. അതുപോലെ തന്നെ ഈ പറയുന്ന സംഭവങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ MCOM കാര്യങ്ങളും PG കഴിഞ്ഞാലല്ലേ PhD പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, നേരെ നമുക്ക് PhDക്ക് പോകാം. അപ്പൊ അത് വലിയൊരു നേട്ടമാണ്. നമ്മളുടെ വർഷം നമ്മളുടെ കയ്യിലിരിക്കുകയാണ്. 2 വർഷം ബാക്കിയുള്ളവർ വെറുതെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് നേരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സും ഡിഗ്രിയും നമ്മളുടെ കയ്യിലുണ്ടാവും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. CA, CMA, CS എന്നൊക്കെ പറഞ്ഞ് BCom കൂടെ ഒന്നിച്ച് പെർസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ്. ഇനി ടീച്ചർ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കി അടുത്തതിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. IPM എന്നാണ് പറയാ. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്, IPM എന്ന് പറയും. അതായത് കുറച്ച് ആരോ BBA എടുക്കണം എന്നൊക്കെ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ BBAയും MBAയും ഒന്നിച്ചെടുക്കാൻ പറ്റുന്നതിനെ പറയുന്നതാണ് IPM എന്ന് പറയും. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്, IPM. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻട്രൻസ് ഒക്കെ എഴുതണം. കാരണം IIM നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റഡിക്ക് പറ്റുന്ന സ്ഥാപനങ്ങളാണ്. IIM-ലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊത്തി കൊണ്ടുപോകും. അത്രയും എന്താ പറയാ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ലോകത്തിലെ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലിക്കും ഒരു കുഴപ്പമില്ല, ഹൈ സാലറീഡ് ആയിട്ടുള്ള ജോബും നമുക്ക് കിട്ടും. അപ്പൊ ഈ IIM-ലേക്ക് നമുക്ക് കയറണമെങ്കിൽ ആ എൻട്രൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ IPM പ്രോഗ്രാമിലോട്ടാണ് കയറുക. സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് MBAക്ക് ചേരാനാണ് IIM-ൽ പോവുക. അപ്പൊ പറയണത് ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ആകെ അപ്ലൈ ചെയ്യുന്നത്, എൻട്രൻസിന് അപ്ലൈ ചെയ്യുന്നത് ഒരു 15,000-ഓളം കുട്ടികളെ അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സാധ്യതയൊന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റേത് 3-4 ലക്ഷം പേരാണ് MBAക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. പക്ഷെ ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് ഇന്ത്യയിൽ തന്നെ അപ്ലൈ ചെയ്യുക ആകെ 15,000 പേരാണ്. അപ്പൊ ചാൻസസ് വളരെ ഹൈ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ IIM-ലൊക്കെ പഠിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്യാമ്പസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി, അത്രയും ഗംഭീരാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ വെറുതെ നെറ്റിലൊന്ന് IIM അടിച്ചിട്ട് ആ ക്യാമ്പസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ പോയിട്ട് പഠിക്കണം എന്നുള്ളത് തോന്നും. അത്രയും എന്താ പറയാ ഗംഭീരമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ അതിന്റെ എൻട്രൻസുകൾ നമുക്ക് ഈ മെയ് 31 വരെ അപ്ലൈ ചെയ്യാം. അതുകൊണ്ടാണ് ടീച്ചർ ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് പറഞ്ഞത്. അപ്പൊ വേണ്ടവര് ഉടനെ അത് രജിസ്റ്റർ ചെയ്യണം. ഈ മെയ് 31 ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കേട്ടോ. IPMAT ഒരു ഇൻഡോറിലേക്കുള്ള എൻട്രൻസ് ആണ്. SAT, GMAT അതൊക്കെ ഈ IPM പ്രോഗ്രാമിനുള്ള എൻട്രൻസുകളാണ്. ഈ ഓരോ IIM-കള് സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്ന എൻട്രൻസുകൾ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നെറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. IPM പ്രോഗ്രാം കേട്ടോ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് ഇൻ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നടത്തുന്ന IPM പ്രോഗ്രാമിന്റെ എൻട്രൻസ്. അതിന് ആഗ്രഹമുള്ള കുട്ടികൾ അപ്ലൈ ചെയ്തിടുക. നമുക്കത് കിട്ടുകയാണെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അതില് ഒരു 60% +2 മാർക്ക് ഉള്ള കുട്ടിക്ക് ഇതില് കയറാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊക്കെ അത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള്. അപ്പൊ ആദ്യത്തെ 3 വർഷം എന്ന് പറഞ്ഞാൽ BA ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് ആണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ട്രൈമസ്റ്റർ ആണ് പാറ്റേൺ. അതായത് 3 മാസം കൂടുമ്പോ പരീക്ഷ വരും. അപ്പൊ മറ്റോടത്തൊക്കെ സെമസ്റ്റർ അല്ലേ നമ്മൾ പറയില്ല, 6 മാസം. ഇവിടെ അങ്ങനെയല്ല, 3 മാസം. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് അതങ്ങ് കഴിഞ്ഞു പോകും. ആ 3 മാസത്തോളം ആ പരീക്ഷകൾ കഴിഞ്ഞു, അത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എളുപ്പം പഠിക്കാനും പറ്റും. അതാണ് അവിടുത്തെ പാറ്റേൺ വരുന്നത്.
പിന്നെ ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു BBA-യും MBA-യും കൂടെ 5 വർഷമാണ് കോഴ്സ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് BBA അവിടെ 3 വർഷം പഠിച്ചു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എക്സിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ പോവാം, അതും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും അവിടൊന്നും പോരൂല, അത്രയും നല്ല സ്ഥാപനങ്ങളാണ് അത്. ഇനി പിന്നത്തെ ഒരു അട്രാക്ഷൻ എന്താന്ന് വെച്ചാല് അവിടുത്തെ 3-ാമത്തെ വർഷം നമുക്കൊരു സോഷ്യൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പൊ സാധാരണ ഇന്റേൺഷിപ്പുകൾ കമ്പനിയിൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ഇവിടുത്തെ 3-ാമത്തെ വർഷത്തെ ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇന്റേൺഷിപ്പ് ആണ്. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിൽ പോയിട്ട് താമസിച്ചിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യലാണ്. അപ്പൊ അവിടെ പഠിച്ച കുട്ടികളൊക്കെ പറയുന്നത് അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഇന്ത്യ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിൽ പോകണം. ആ ഗ്രാമങ്ങളിലാണ് എന്ത് നടക്കുന്നത്, ഇവരുടെ ഇന്റേൺഷിപ്പ് നടക്കുന്നത്. അത് 3rd ഇയർ, പിന്നെ 4th ഇയർ വേറൊരു ഇന്റേൺഷിപ്പ് ഉണ്ട്, 5th ഇയർ വേറൊരു ഇന്റേൺഷിപ്പ് ഉണ്ട്. പിന്നത്തെ വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പാക്കേജ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഇന്ത്യയിലാണ് നമ്മൾ കോഴ്സ് ചെയ്യുന്നത്, പക്ഷെ ഒരു സെം നമുക്ക് എവിടെ പോയിട്ട് ചെയ്യാം, വിദേശത്ത് അമേരിക്കയിലോ യൂറോപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടുത്തെ ഒരു കോളേജിൽ നമുക്ക് ഒരു സെമസ്റ്റർ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ട്. അപ്പൊ അതും ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഫീ സ്ട്രക്ചർ ഇത്തിരി കൂടുതലാണ്. IIMസിൽ നമ്മൾ IIT IIMലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീ ഭയങ്കര കൂടുതലാണ്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, അത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള ജോബാണ് കിട്ടുക. അപ്പൊ നമ്മൾ IIMലൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏത് ബാങ്കിനായാലും നമുക്ക് ലോൺ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കാരണം അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. അത് പഠിച്ചിറങ്ങിയാൽ നമുക്ക് ജോലിയും അത്ര ഗ്യാരണ്ടീഡ് ആണ്. അപ്പോ എന്ത് നമുക്ക് എൻട്രൻസ് എഴുതി കിട്ടാവുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങുക തന്നെ വേണം. അപ്പൊ ഫീ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തെ ഇയേഴ്സിൽ 4.5 lakhs per year ആണ്. 4.5 ലക്ഷം ഒരു കൊല്ലം എന്നുള്ള രീതിയിലാണ്. ഫൈനൽ അവസാനത്തെ വർഷങ്ങളിൽ 2 വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് 7.5 ലക്ഷം എന്നുള്ള രീതിയിലേക്ക് കൂടും. പക്ഷെ നമ്മൾ അതൊരു വലിയ പൈസയായിട്ട് കണക്കാക്കരുത്. കാരണം IIT IIMലെ സ്ട്രക്ചർ ഫീ സ്ട്രക്ചർ തന്നെ അത്ര ഹൈ ആണ്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ജോബ്സും ആ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ടീച്ചർ ഈ പറഞ്ഞിട്ടുള്ള IPM പ്രോഗ്രാം താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ മെയ് 31 ഉള്ളിൽ അതൊന്ന് രജിസ്റ്റർ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഓക്കെ കിരൺ സാറേ, നമുക്ക് നിർത്താം. പരിമിതമായ സമയത്തിനുള്ളിൽ കോമേഴ്സ് വിഭാഗം കുട്ടികൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരു ക്ലാസ്സാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ നൽകിയത്. നമ്മുടെ പരിമിതമായ സമയം കൊണ്ട് എളുപ്പത്തിൽ നേടാവുന്നതും ഉയർന്ന തൊഴിൽ മേഖലകളിലേക്ക് പോകാവുന്നതും ഒക്കെ ആയിട്ടുള്ള വിവിധതരം കോഴ്സുകളെ കുറിച്ച് വലിയ അറിവാണ് ടീച്ചർ നൽകിയത്. അത് കോമേഴ്സ് വിഭാഗം കുട്ടികളുടെ വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയത്. ടീച്ചറുടെ ക്ലാസ് നമുക്ക് ഇനിയും ലഭ്യമാകും. ഞാനും അത് വളരെ ആകാംക്ഷയോടെ ശ്രമിച്ചിരിക്കുകയും അപ്പോൾ ടീച്ചർക്ക് പാലക്കാട് ഉപജില്ലയുടെ വലിയ നന്ദി അറിയിക്കാൻ ഈ സമയം